ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളായി ഇരുന്നൊരു വീഡിയോ ചെയ്തിട്ട്, കാരണം ഞാൻ എഫ് എസ് ഡേ തുടങ്ങിയതൊക്കെ പിന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. എനിക്ക് കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, എഫ് എസ് ഡി എങ്ങനെ കണ്ടുപിടിച്ചു, എഫ് എസ് ഡിൻ്റെ കാര്യം, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽസ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ഇവിടുത്തെ എഫ് എസ് ഡിയുടെ ഇട്ടില്ല, ഞാൻ നേരത്തെ എഫ് എസ് ഡിയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ അവിടുന്ന് മാറി ഞാനിപ്പോൾ വേറെ സ്ഥലത്താണ് എഫ് എസ് ഡി ചെയ്യുന്നത്. അപ്പം ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ എഫ് എസ് ഡി ചൂസ് ചെയ്തത്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എഫ് എസ് ഡി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, കാരണം ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ക്ലിയർ ആക്കിയിട്ടില്ല, കാരണം ഞാൻ ഇവിടുന്ന് മാറാൻ നിൽക്കുകയാണ്. 2 മാസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഹൗസ് ബിൽഡിംഗ് തുടങ്ങും. അപ്പോഴത്തേന് ഞാൻ എല്ലാം ചെറുതായിട്ട് കുറച്ച് ദൂരെയാണ്, ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെതായ തിരക്കിലാണ്. ഞാൻ എഫ് എസ് ഡി തിരഞ്ഞെടുത്തത്, ഞാൻ ഓപ്പയറിന് ശേഷം ഞാൻ ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് എൻ്റെ ലാംഗ്വേജിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എനിക്ക് എഫ് എസ് ഡി ചെയ്യണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമായിരുന്നു. A1 മാത്രമേ ഉള്ളൂ. പിന്നീട് എൻ്റെ ഓപ്പയർ ഫാമിലിയിൽ നിന്നിട്ട് എനിക്ക് B2 വരെ കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം എൻ്റെ ലാംഗ്വേജ് ഭയങ്കര, എനിക്കറിയാം ഒന്ന് പഠിക്കാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എഫ് എസ് ഡിയിൽ ചെയ്ത് എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും, എന്നിട്ട് ഹൗസ് ബിൽഡിങ്ങിലേക്ക് കടക്കാം എന്നതായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഡയറക്റ്റ് എഫ് എസ് ഡിയിലേക്ക് കയറി. പക്ഷെ അവർ നാട്ടിൽ നിന്ന് B2 വരെ പഠിച്ചിട്ട് തന്നെയാണ് ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന് കയറിയവരുണ്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ആദ്യം കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും, പിന്നെ അതുമായിട്ട് ഓക്കെ ആയി വരും. ഫസ്റ്റ് എൻ്റെ കരിയറിൻ്റെ ഒരു നല്ല തുടക്കം തന്നെയാണ്. എനിക്കങ്ങനെ എൻ്റെ തീരുമാനം തെറ്റായി പോയി എന്നൊന്നും തോന്നിയിട്ടില്ല. ഇനി ഫസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ജർമ്മൻ ലാംഗ്വേജ്. നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ ഒരു സംസാരിക്കാനും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനും മനസ്സിലാക്കാനും ഒരു കഴിവ് നമ്മൾ എഫ് എസ് ഡിക്ക് കയറുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കണം. എനിക്കൊന്നും ഞാൻ എഫ് എസ് ഡിക്ക് കയറിയ സമയത്ത് ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എനിക്ക് കുറേയൊക്കെ റിപ്ലൈസ് വരുന്നുണ്ടായിരുന്നു, കുറേ റിപ്ലൈ മെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എഫ് എസ് ഡിയിൽ നോക്കുമ്പം അവർക്ക് കിട്ടണില്ല ഭയങ്കര സ്ട്രഗിൾ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അന്ന് ഉണ്ടായിരുന്നു, ഞാനൊരു 50 ആപ്ലിക്കേഷൻ അയച്ചാൽ അതിനകത്ത് 49 റിജക്ഷൻ വന്നിട്ട് ഒരെണ്ണമായിരിക്കും ഒരു ഇൻ്റർവ്യൂ മെയിൽ കിട്ടുക. പക്ഷെ ഇപ്പം എന്നോട് സംസാരിക്കുന്നവർ പറയുന്നത് ഫുള്ള് റിജക്ഷൻ ആണെന്നാണ്. മെയിൻ കാര്യം നമ്മുടെ ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ആൾക്കാർ കൂടുന്തോറും അവർ ലാംഗ്വേജ് ഉള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കും. ഇപ്പോൾ A1 മാത്രം വെച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് കുറയും. ഓപ്പയർ ആയിരിക്കുമ്പം തന്നെ എങ്ങനെയെങ്കിലും നമ്മൾ എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് ലാംഗ്വേജ് എഴുതിയെടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ മോട്ടിവേഷൻ ലെറ്റർ ആൻഡ് CV ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യത്തെ എൻ്റെ മോട്ടിവേഷൻ ലെറ്റർ CV വെച്ച് അയച്ചപ്പം എനിക്ക് വലിയ രീതിയിലുള്ള ഒരു റെസ്പോണ്ടും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മോട്ടിവേഷൻ ലെറ്ററിലും CV-യിലും ഭയങ്കരമായിട്ടും ചേഞ്ച് വരുത്തി. അതിന് എൻ്റെ ഹോസ്റ്റ് മദർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോട്ടിവേഷനിൽ എന്താണ് നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് വ്യക്തമാക്കണം. ഓപ്പയർ കഴിഞ്ഞ് എന്തുകൊണ്ട് എഫ് എസ് എ ചൂസ് ചെയ്തു, എന്തുകൊണ്ടാണ് നീ എഫ് എസ് എ ചൂസ് ചെയ്തത്, ആ ഒരു കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായും ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു മോട്ടിവേഷൻ ലെറ്റർ CV നമ്മൾ തയ്യാറാക്കണം. എൻ്റെ CV-യിൽ മാറ്റം വരുത്തിയതിന് ശേഷം എനിക്ക് എൻ്റെ ഹോസ്റ്റ് മദർ വേർഡ് എടുത്തിട്ട് അതിൽ മോട്ടിവേഷൻ ലെറ്ററും CV ഒക്കെ ടൈപ്പ് ചെയ്ത് തരുമായിരുന്നു. CV മോട്ടിവേഷൻ ലെറ്ററും വെച്ച് അയച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ ഇപ്പോൾ ഒരിടത്തുനിന്ന് മാത്രം എനിക്ക് റിപ്ലൈ പോസിറ്റീവ് വന്നിടത്തുനിന്ന് ഒരു 3-4 ഇടത്തുനിന്ന് പോസിറ്റീവ് വരാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഈ മോട്ടിവേഷൻ ലെറ്ററിലും CV-യിലും നല്ലൊരു പങ്കുണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്നതിൽ. ഇനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെ എഫ് എസ് ഡി സ്ഥാപനങ്ങൾ കണ്ടെത്താം. ഞാൻ കണ്ടെത്തിക്കൊണ്ടിരുന്നത് ഫസ്റ്റൊക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗൂഗിൾ മാപ്പും ഗൂഗിളിൽ പോയിട്ട് എഫ് എസ് ഡി നിയർ മീ, എഫ് എസ് ഡി ഇന്ന സ്ഥലം അങ്ങനെ സെർച്ച് ചെയ്ത് അങ്ങനെ ഞാൻ കുറേ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു 2 വെബ്സൈറ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഇത് എഫ് എസ് ഡി കണ്ടുപിടിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റുകളാണ്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പം ഈ വെബ്സൈറ്റിൽ നമ്മളിങ്ങനെ സ്ഥലം അയച്ചു കൊടുത്താൽ അവിടെ ഉള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എല്ലാ എഫ് എസ് ഡിസിൻ്റെ ലിസ്റ്റ് അതിൽ വരും. ആ വെബ്സൈറ്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. wegweiser.bft.de, profsj.de, bunderfreiwilligendienst.de. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സെർച്ച് ബട്ടണിൽ നമുക്ക് ഏത് സ്ഥലത്തേക്കാണ് ആ സ്ഥലത്തിന്റെ പേരോ പോസ്റ്റൽ കോഡോ പിൻ കോഡോ വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ സ്ഥലത്തുള്ള എല്ലാ അംഗീകൃത എഫ് എസ് ഡിസിന്റെ ലിസ്റ്റ് നമുക്ക് ഇതിന്റെ താഴെ വരും. പിന്നെ മാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് നേരിട്ട് ആപ്ലിക്കേഷൻസ് അയക്കാനും എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനും എല്ലാം നമുക്ക് ഇതിനകത്തൂടെ പറ്റും. എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. കാരണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ അതുമാത്രമല്ല വലിയ എഫ് എസ് ഡി ഓർഗനൈസേഷനായ കാരിത്താസും ഡയക്കോണിയും ജർമ്മൻ റെഡ് ക്രോസും ഇതിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് എഫ് എസ് ഡിയുടെ വേക്കൻസീസും അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഇതൊരു വലിയ ഓർഗനൈസേഷനാണ്. ഇവരുടെ കീഴിൽ ഒരുപാട് വേക്കൻസീസ് വരും. ഇതിൻ്റെ അണ്ടറിൽ കയറിയിട്ട് ഇത് ഈ വെബ്സൈറ്റിൽ ഡയറക്റ്റ് കയറിയിട്ട് ഇവിടുത്തെ വേക്കൻസീസ് സെർച്ച് ചെയ്യുക, അവിടേക്ക് ആപ്ലിക്കേഷൻ അയക്കുക. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ഞാനിപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നത് ഡയാക്കോണിയുടെ അണ്ടറിലാണ്.
അപ്പം ഈ ഡയാക്കോണിക്ക് തന്നെ അവരുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ കുറേ ഹൈമും ഒരു വലിയ ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒരുപാട് വേക്കൻസീസ് കാണും. അപ്പം നമ്മളൊരു ചെറിയ ഓർഗനൈസേഷനിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു FSCOട്ടിനെ മതിയായിരിക്കും. പക്ഷെ തിരിച്ച് ഇവർക്ക് ആ സ്ഥാനത്ത് 100-200 FSCOട്ടിനെ വേണം. അത്രത്തോളം ഹൈമും ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ഇവരുടെ അണ്ടറിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വേക്കൻസീസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പം ഗൈസ്, നിങ്ങൾ പേര് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല, FST ചെയ്യണമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഐ തിങ്ക് എനിക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഇതിനകത്തുനിന്ന് ഇങ്ങനെയൊക്കെ രീതിയിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. FST കരിയറിൻ്റെ ഒരു നല്ല തുടക്കം തന്നെയാണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസും നമ്മുടെ ലാംഗ്വേജും ഒരു വർക്ക് അറ്റ്മോസ്ഫിയറും എല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് എൻ്റെ വർക്കിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ വന്നാലും ടെൻഷൻ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഹൗസ് ബിൽഡിങ്ങിലേക്ക് കയറുമ്പം ആ ഒരു ടെൻഷൻ ഓൾറെഡി കുറേ കൊളീഗ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ സ്കൂളിൻ്റെ ഒരു വലിയ ടെൻഷനായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു FST അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് പ്ലേസ് ഫൈൻഡ് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾക്ക് മറ്റെന്തിനെങ്കിലും കുറിച്ച് അറിയണമെങ്കിൽ, ഞാൻ എന്തിനേലും പറ്റിയ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് DM ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.